ഈ സിസ്റ്റർമാർക്ക് ജാമ്യം കിട്ടിയത് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. കാസ യഥാർത്ഥത്തിൽ ഇപ്പോൾ RSSൻ്റെ ഒരു ബി ടീമാണ്. സംഘപരിവാർ സംഘടനകളുടെ ഒരു ഇതായിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങൾ ദിവസം കാണുന്നത്. പക്ഷേ ഇവിടെ 2 സഹോദരിമാർ, 2 അമ്മമാർ, ഈ അമ്മമാർ ജയിലിൽ കിടന്നിട്ട് ഇദ്ദേഹം കമാന്നൊരക്ഷരം വേണ്ടിയില്ല. ദുഃഖകരമാണ്, കുറ്റകരമായ അനാസ്ഥയാണ് അദ്ദേഹം ചെയ്തത്. ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം എഡിറ്റോറിയലിനെ അല്ല യഥാർത്ഥത്തിൽ വിമർശിച്ചത്. അദ്ദേഹം വിമർശിച്ചത് കേക്കും ലഡുവായിട്ടൊക്കെ വരുന്നവർ നമ്മൾ മനസ്സിലാക്കണം, കരുതിയിരിക്കണം. ധൃതരാഷ്ട്ര ആലിംഗനം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത്. അവർക്കൊരൊറ്റ രാഷ്ട്രീയമേ ഉള്ളൂ, അത് മുസ്ലിം വിരുദ്ധതയാണ്. മുസ്ലിം വിരുദ്ധതയാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അവരാരുടെ കൂടെയാണ് നിൽക്കുന്നത്? അവരുടെ പേര് തന്നെ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിലകൊള്ളുന്നതെന്നാണ് പറയുന്നത്. ഈ സിസ്റ്റർമാർ 2 പേരും ക്രിസ്ത്യാനികളല്ലേ? ഫാദർ അജി പുതിയ പറമ്പിലാണ് ഇന്ന് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത്. ഫാദർ വെൽക്കം. താങ്ക് യു മാഡം. ഫാദർ, നമ്മളിപ്പം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകളൊന്നെന്ന് പറയുന്നത് മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റാണ്. അതിലിപ്പോൾ ഇന്ന് NIA കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. അവർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. സന്തോഷകരമായ അല്ലെങ്കിൽ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. പക്ഷേ ആ വാർത്ത ആശ്വാസകരമായിരിക്കുമ്പോൾ പോലും നമുക്കങ്ങനെ പൂർണ്ണമായി ആശ്വസിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ വടക്കേ ഇന്ത്യയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അതിൽ കൃത്യമായൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. ഫാദർ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അവർക്ക് ജാമ്യം കിട്ടിയതിൽ തീർച്ചയായിട്ടും വലിയ ആശ്വാസം. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു ഭാരം ഈ കഴിഞ്ഞ 9 ദിവസമായിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നൊരു ഭാരം ഇറങ്ങിയതുപോലെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് തികച്ചും താൽക്കാലികമായൊരു ആശ്വാസമാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അതില്ല. നിബന്ധനകളോടെയാണ് അത് നമുക്ക് ആ ജാമ്യം കിട്ടിയിരിക്കുന്നത്. ഈ ജാമ്യം അനുവദിച്ചതാകട്ടെ NIA കോടതി. NIA കോടതിയുടെ എന്തിനു വേണ്ടി രൂപീകരിച്ചതാണ്? അത് രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവരെ വിചാരണ ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച ഒരു സംവിധാനമാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റേഴ്സ് ഇപ്പോൾ NIA കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി, ഉപാധികളോടെ ജാമ്യം കിട്ടി പുറത്തു വന്നിരിക്കുകയാണ്. മലയാളികൾ എന്ന നിലയിൽ, മനുഷ്യരെ സ്നേഹിക്കുന്നവരെന്ന നിലയിൽ, രാജ്യത്തിൻ്റെ ഭരണഘടന, മതേതര ഭരണങ്ങളിൽ വിശ്വസിക്കുന്നവരെന്ന നിലയ്ക്ക് നമുക്കെല്ലാവർക്കും ആശ്വാസകരമാണ്. എങ്കിലും മുന്നോട്ട് നോക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഈ ആക്രമണം അവസാനത്തേതല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ 10-11 വർഷമായി തുടരുന്ന 3600ഓളം ആക്രമണങ്ങളിലെ ആക്രമണം മാത്രമാണ് ഈ പറഞ്ഞ സിസ്റ്റേഴ്സിൻ്റെ അന്യായമായിട്ടുള്ള അറസ്റ്റ്. അന്യായമായിട്ടാണ് അവർ അറസ്റ്റ് ചെയ്തത്. അവരെന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, ആൾക്കൂട്ടം പറഞ്ഞത് അവരെ ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആൾക്കൂട്ടം പറഞ്ഞു ഇവർ മനുഷ്യക്കടത്ത് നടത്തി, ആൾക്കൂട്ടം പറഞ്ഞു ഒരു മതപരിവർത്തനം നടത്തി, അങ്ങനെ അവരെ പരസ്യ വിചാരണ ചെയ്ത് തുറുങ്കിലടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇനിയും സംഭവിക്കാം നമ്മുടെ രാജ്യത്ത്. ഇത് ഇനിയും സംഭവിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഭരണകൂടം കൂടെ നിൽക്കുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ ഭരണകൂടത്തെ പിന്താങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ കൂടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം യഥാർത്ഥത്തിൽ എന്താണ് നോർത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിനപ്പുറത്ത് സംഭവിക്കുന്നത് നമുക്കറിയാം. നാളെയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മളെ ആശങ്കകളൊന്നും അവസാനിച്ചിട്ടില്ല. ആശങ്കകളൊക്കെ അതേപടി അവിടെ നിലനിൽക്കുകയാണ്. നാളെപ്പറ്റി നമുക്ക് തീർച്ചയായിട്ടും വലിയ ആശങ്കകളുണ്ട്. അങ്ങനെ നിരവധി ആശങ്കകൾ മലയാളികളുടെ മനസ്സിലല്ല, ഞാൻ പ്രത്യേക ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ വീണ്ടും ഉണർത്തുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറും. ഇതിപ്പം നമ്മളിപ്പം കന്യാസ്ത്രീകളുടെ ജാമ്യം വരുന്ന അതേ സമയത്ത് തന്നെയാണ് ഒരു മലയാളി പാസ്റ്റർ രാജസ്ഥാനിൽ അദ്ദേഹത്തിനെതിരെ ഇതേ മതപരിവർത്തനം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് കേസ് എടുത്തു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അതും ഇതിനോട് ചേർത്ത് വെച്ച് ഒരു ഭാഗത്ത് ജാമ്യം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ തൊട്ടിപ്പുറത്ത് ഒരു മലയാളിയായ പാസ്റ്റർക്ക് എതിരെ വീണ്ടും കേസെടുക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഇവിടെ ഉണ്ടല്ലോ. അതും കൂടി ഫാദറിന് ചേർത്ത് പറയാമെന്ന് തോന്നുന്നു. നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന കേസുകൾ ചുരുക്കമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി ആക്രമണങ്ങൾ നടന്നുവെങ്കിലും മലയാളികൾ ശ്രദ്ധിച്ച കേസുകൾ വളരെ ചുരുക്കമാണ്. ഇപ്പോൾ ജബൽപൂരിലെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. ഛത്തീസ്ഗഡിൽ തന്നെ മലയാളിയായ ഒരു കന്യാസ്ത്രീയെ അകാരണമായി അറസ്റ്റ് ചെയ്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു. ഇങ്ങനെയുള്ള ഏതാനും കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. മലയാളികളായ പാസ്റ്റർമാർ ധാരാളം പേര് അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മലയാളികളല്ലാത്തവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മുസ്ലിം സഹോദരങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ വീടുകൾ ബുൾഡോസർ രാജിലൂടെ തകർക്കപ്പെടുന്നുണ്ട്. ദളിതരുടെ കാര്യം നമ്മൾ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ട്? ഇപ്പം നമ്മുടെ കൂടെ സിസ്റ്റർമാരുടെ കൂടെ ഒരു പാവം സഹോദരനും അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്.
ഇങ്ങനെ ഈ മറ്റനവധി ആളുകൾ ഇപ്പോൾ പാസ്റ്റർ ഇപ്പം നമ്മുടെ ഇടുക്കിയിലുള്ള ഒരു സഹോദരനാണ്. ആ സഹോദരൻ അവിടെ 25 വർഷമായിട്ട് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. 25 വർഷമായിട്ട് സേവനം ചെയ്യുന്ന അദ്ദേഹത്തെ ഇപ്പോൾ ഇതേ കാരണങ്ങൾ തന്നെ പറഞ്ഞ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതിനി ആവർത്തിക്കപ്പെടുകയാണ്. നമ്മൾ കുറച്ച് പേരുടെ ഇപ്പം ബിഷപ്പ് കൂറിലോസ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഇപ്പം മലയാളി സിസ്റ്റേഴ്സ് ആയതുകൊണ്ടും അവർ സുറിയാനി കത്തോലിക്കരായതുകൊണ്ടും അല്ലെങ്കിൽ കത്തോലിക്ക സിസ്റ്റർമാരായതുകൊണ്ടും ഒക്കെയാണ് നമ്മൾ ഇത്രയേറെ ശ്രദ്ധിച്ചത്. അല്ലാത്ത സാധാരണക്കാരെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളത്. പ്രത്യേകിച്ച് മലയാളികളാണ് പിന്നെയും ശ്രദ്ധിക്കും, മലയാളികളല്ലാത്തവരുടെ കാര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാറില്ല. ദീപികയുടെ എഡിറ്റോറിയൽ വന്നിട്ടുണ്ടായിരുന്നു ഈ വിഷയം വന്ന സമയത്ത്. അതിൽ ഈ വിഷയത്തെ വിമർശിച്ചുകൊണ്ട് ദീപിക എഡിറ്റോറിയൽ എഴുതി. അതിൽ കേരളമാണ് വളരെ സേഫ് ആയിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാർക്കൊക്കെ സേഫ് ആയിട്ടുള്ള പ്ലേസ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഇതിനെ വിമർശിച്ച് അന്ന് ആ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അരമനയിൽ കയറി ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിച്ചാൽ ഇതിന് പരിഹാരം കാണുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്. അതായത് എഡിറ്റോറിയൽ എഴുതി അരമനയിൽ ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിച്ചാൽ ഇതിന് പരിഹാരം കാണുമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. അങ്ങനെ ഒരു വിഷയം സത്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. അതായത് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ അരമനകൾ കയറി ഇറങ്ങുന്നു, BJP പ്രവർത്തകരും മറ്റും കേക്കും ക്രിസ്മസിൻ്റെ സമയത്ത് കേക്കുമായി വരുന്നു. തൃശ്ശൂർ ഇലക്ഷൻ പോലും അതിന് വലിയൊരു വിസിബിൾ ആയിട്ടുള്ള തെളിവായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മളൊരു ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ സഭയ്ക്കോ അല്ലെങ്കിൽ പുരോഹിതന്മാർക്കോ ഒന്നും ഇതിനെ തടയിടാൻ അല്ലെങ്കിൽ ഒരു ഉപാധിയോടുകൂടി തടയിടാൻ പറ്റാത്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ടല്ലോ. അതിനെങ്ങനെയാണ് ഫാദർ കാണുന്നത്? ഒന്നാമതായിട്ട് ദീപികയുടെ എഡിറ്റോറിയൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ശക്തമായ ഒരു എഡിറ്റോറിയലായിരുന്നു. അതിൻ്റെ അകത്ത് അവർ പറഞ്ഞത് ഭരണഘടനയെ ഇവിടെ സിസ്റ്റേഴ്സ് അല്ല ബന്ദിയാക്കപ്പെട്ടത്, ഭരണഘടനയാണ് ബന്ദിയാക്കപ്പെട്ടത്. വളരെ ശക്തമായ ഒരു എഡിറ്റോറിയലായിരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം എഡിറ്റോറിയലിനെ അല്ല യഥാർത്ഥത്തിൽ വിമർശിച്ചത്. അദ്ദേഹം വിമർശിച്ചത് കുറച്ച് നാളുകളായിട്ട് കേരളത്തിലെ കത്തോലിക്ക സമൂഹം എന്ന് പറയുമ്പോൾ അതിൽ നേതൃത്വം തുടരുന്ന ഒരു മൃദു BJP ബന്ധത്തെയാണ് അദ്ദേഹം വിമർശിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അതിനെ വിമർശിച്ചു എന്നേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തോട് മനസ്സുകൊണ്ട് ചേരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹം പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും മത നേതൃത്വം വിമർശിക്കപ്പെടുമ്പോൾ നമുക്ക് ഉള്ളിൽ വിഷമം തോന്നുമെങ്കിലും അദ്ദേഹം പറഞ്ഞ കാര്യം വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഈ BJP അടുത്ത കാലത്ത് കുറച്ച് നാളുകളായിട്ട് എന്താ ചെയ്യുന്നത്? അവർ കേക്കും ലഡുവുമായിട്ട് ചെല്ലുകയാണ് ഓരോ ബിഷപ്പ് ഹൗസുകളിലേക്കും, അതുപോലെ തന്നെ ക്രൈസ്തവരായിട്ടുള്ള നേതാക്കളുടെ വീടുകളിലേക്കൊക്കെ, ക്രൈസ്തവ വീടുകളിലേക്കൊക്കെ ചെല്ലുകയാണ്, കേക്കും ലഡുവുമായിട്ട് ചെല്ലുകയാണ്. ഈ കേക്കും ലഡുവിൻ്റെയും കൂട്ടത്തിൽ ഇവർ മറ്റ് ചില കാര്യങ്ങൾ കൂടി അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയത്? ഒന്ന് വെറുപ്പ്, രണ്ട് ഭയം. ഇവരെന്താ പറയുന്നത്? ഈ ക്രൈസ്തവ നേതാക്കളുടെ ബിഷപ്പുമാരുടെ അടുത്തേക്ക് ഇവർ കേക്കും ലഡുവൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ പറയുന്നത് എന്താ? ഞങ്ങൾ നിങ്ങളുടെ രക്ഷകരാണ്, ഞങ്ങളാണ് യഥാർത്ഥ രക്ഷകർ. അപ്പം ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ കാരണമായിട്ടുള്ള ഒരു പീഡകൻ അപ്പുറത്തുണ്ട്. അപ്പം മറ്റൊരു കമ്മ്യൂണിറ്റിയെ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ് ഇവർ നിങ്ങളെ വിഴുങ്ങിക്കളയും, അല്ല ഇവർ നിങ്ങളെ പേടിക്കണം, ഇവരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നക്കാർ എന്നൊക്കെ പറയാതെ പറഞ്ഞ് ഈ ക്രൈസ്തവരുടെ ഉള്ളിൽ ഒരു മുസ്ലിം വിദ്വേഷമൊക്കെ വളർത്തി, അല്ലെങ്കിൽ ഒരു കേരളത്തിന് പുറത്ത് അവർ മറ്റു രീതിയിലുള്ള വിഭജനം ഉണ്ടാക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു വിഭജനം ഉണ്ടാക്കി അവർ ചെയ്യാൻ തുടങ്ങി കുറച്ച് നാളുകളായി. കേരള സമൂഹത്തിന് അറിയാം അതിനെപ്പറ്റി. പ്രത്യേകിച്ച് മുനമ്പം വിഷയത്തിലൊക്കെ അതിവിടെ ആളി കത്തിച്ചതാണ്. അതുകൊണ്ട് കേരള സമൂഹം അത് തിരിച്ചറിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതിനോടൊക്കെയുള്ള ഒരു വിമർശനമായിട്ടാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ആ പ്രസ്താവനയെ നമ്മൾ കാണേണ്ടത്. അത് വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു വിമർശനമായിട്ട് ഞാനതിനെ എടുക്കുകയാണ്. അതൊരു വസ്തുതാപരമായ ഒരു കാര്യമാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ കാര്യത്തെയും നമ്മൾ ആശയപരമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഈ കഴിഞ്ഞ ദിവസം ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയുടെ ഒരു പ്രസ്താവന, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്, ഇപ്പോൾ കേക്കിൽ ലഡുവായിട്ട് ആരെങ്കിലും വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു വരട്ടെ, ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു ബിഷപ്പിനെ സന്ദർശിക്കാൻ എല്ലാ പാർട്ടികൾക്കും അവകാശമുണ്ട്. പക്ഷെ അദ്ദേഹം ശക്തമായി പറഞ്ഞു, നിങ്ങൾ ഈ കേക്കിൽ ലഡുവായിട്ട് വരുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരുന്ന ആശയങ്ങളെയോ അല്ലെങ്കിൽ വിദ്വേഷപരമായിട്ടുള്ള കാര്യങ്ങളെയോ ഒന്നും ഏറ്റെടുക്കുന്നുവെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ കേക്കും ലഡുവും ആതിഥ്യ മര്യാദ അനുസരിച്ച് സ്വീകരിക്കും, ഞങ്ങളും ആദരവോടെ നിങ്ങൾക്ക് ചായ തരും. പക്ഷെ അതൊന്നും നിങ്ങളുടെ ആശയങ്ങളോടുള്ള പിന്തുണയാണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് ആർച്ച് ബിഷപ്പ് പാംബ്ലാനി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പല കാരണങ്ങൾക്കുണ്ട്, അതിന് നിരവധിയായ കാരണങ്ങളുണ്ട്, നമുക്ക് വേണമെങ്കിൽ അനലൈസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു മൃദു BJP അനുഭാവത്തോടുള്ള
ഒരു നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയക്കാരനാണ് മന്ത്രി വി ശിവൻകുട്ടിയെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു വിമർശനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. സുരേഷ് ഗോപി ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് പ്രതികരിച്ചിട്ടൊന്നുമില്ല. നമ്മൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മാതാവിന് ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടവുമായി വരുന്നു. അങ്ങനെ നിരവധി പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ക്രിസ്ത്യാനികളുടെ വോട്ട് ഏത് രീതിയിൽ BJPക്ക് ഗുണം ചെയ്തു എന്നുള്ളതൊക്കെ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഫാദർ അവരിതുവരെ പ്രതികരിച്ചിട്ടില്ല? ഇപ്പം നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പുറത്ത് ഛത്തീസ്ഗഡ് സർക്കാർ NIA കോടതിയിൽ വാദിച്ചത് ജാമ്യം കൊടുക്കരുതെന്നാണ്. അപ്പോൾ കൃത്യമായൊരു അന്തരം ഇവർ തമ്മിലുള്ളൊരു BJPയിൽ നിന്ന് തന്നെ വ്യത്യസ്തമായ പ്രതികരണങ്ങളാണ് വന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിൽ ഇടപെടുമെന്ന് പറഞ്ഞെങ്കിലും എങ്ങനെയാണ് അമിത്ഷായ്ക്ക് അതിൽ ഇടപെടാൻ പറ്റുക? ഛത്തീസ്ഗഡ് സർക്കാരാണ് അതിൽ കൃത്യമായി ഇടപെടേണ്ടത് എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് കോടതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ആ തരത്തിലൊരു പ്രതികരണം നടത്താൻ പറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി അവിടെ ഉണ്ടല്ലോ. സത്യത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടത് ചിലരുടെയൊക്കെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന ഒരു ദിവസങ്ങൾ കൂടിയായിരുന്നു കഴിഞ്ഞ 8 അല്ല 9 ദിവസങ്ങൾ. ശ്രീ സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ മാതാവിന് സ്വർണ്ണക്കിരീടം കൊണ്ടേ കൊടുത്തു. ലൂർദ് മാതാവിന് അദ്ദേഹം സമ്പന്നനായ ഒരു സിനിമാ നടനാണ്. അദ്ദേഹത്തിന് സമ്പത്തുണ്ട്. മാതാവിനോട് കൊണ്ട് ഈ സ്വർണ്ണക്കിരീടം കൊടുക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ അപ്പുറത്തുള്ള കൊരട്ടി പള്ളിയിൽ, അത് മാതാവിൻ്റെ പേരിലുള്ളൊരു പള്ളിയാണ്, അവിടെ അദ്ദേഹം വാഴക്കൊല സമർപ്പിച്ചു, മുട്ടിലെഴിഞ്ഞു, മറ്റങ്ങനെ മതപരമായ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഇവിടെ 2 സഹോദരിമാർ, 2 അമ്മമാർ, ഈ അമ്മമാർ ജയിലിൽ കിടന്നിട്ട്, അത് അന്യായമായി ജയിലിൽ കിടന്നിട്ട് ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ട് ഇദ്ദേഹം കമാന്നൊരക്ഷരം വേണ്ടിയില്ല. ദുഃഖകരമാണ്, കുറ്റകരമായ അനാസ്ഥയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളോട് പറയാൻ സൗകര്യമില്ലെന്നാണ്. ഞാൻ ഈ വാക്ക് പറയുന്നത് അധിക്ഷേപമായിട്ട് പറഞ്ഞല്ല, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ പറഞ്ഞാണ്. ആകെ 2 കാര്യങ്ങളെ അദ്ദേഹം അവിടെ പറഞ്ഞുള്ളൂ. അതിൽ ഒരു കാര്യം നിങ്ങളോട് പറയാൻ സൗകര്യമില്ല എന്നാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കിരീടം കൊടുക്കാനും വാഴക്കല കൊടുക്കാനും ഒക്കെ എളുപ്പമാണ്. അതിന് കുറച്ച് പൈസയുടെയും പിന്നെ അതിനുള്ള ഒരു ഇതൊക്കെ മതി. അത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഒരു നടൻ്റെ കൗശലമൊക്കെ ആയിട്ട് അതിനെ കാണാം നമുക്ക്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയൊന്നും ഞാൻ ചോദ്യം ചെയ്യാൻ വേണ്ടി പറയല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നു, ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഈ കഴിഞ്ഞ ഒരു 9 ദിവസമായിട്ട് അവിടെയുള്ള 2 പേര്, നമ്മുടെ കേരളത്തിലുള്ള 2 പേര്, അതിൽ ഒരു സിസ്റ്റർ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്, എളവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്, സിസ്റ്റർ പ്രീതി മേരി. ആ സിസ്റ്ററിന് വേണ്ടി അദ്ദേഹത്തിനൊരു വാക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ, അത് കേന്ദ്രമന്ത്രി ആയിട്ടുള്ള ഒരാൾ, അദ്ദേഹം വിജയിച്ചത് എവിടുന്ന്? തൃശ്ശൂരിൽ നിന്നാണ് വിജയിച്ചത്. തൃശ്ശൂർ ധാരാളം ക്രൈസ്തവരുള്ള സ്ഥലമാണ്. അല്ലെങ്കിൽ ഒരു മന്ത്രി ക്രൈസ്തവർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ജയിച്ച ഒരു വ്യക്തി ഇവർക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞില്ല എന്നതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതൊന്നും ഇല്ലെന്നാണ്, ഇവിടുത്തെ മനുഷ്യരില്ല, നിങ്ങളോട് പറയാൻ എനിക്ക് സൗകര്യമില്ല, അത് എൻ്റെ കാര്യമല്ല എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് ഇരട്ടത്തപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2, നമുക്ക് ചന്ദ്രശേഖരൻ്റെ കാര്യം എടുക്കാം. അദ്ദേഹം ആദ്യ ദിവസം തന്നെ പറഞ്ഞു, എന്താ അദ്ദേഹം പറഞ്ഞത്? ഈ സിസ്റ്റർമാരുടെ പേരിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റം അന്യായമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹം നിവൃത്തികളുകൊണ്ട് പറഞ്ഞതാണ്. അതല്ലാതെ അതിനുവേണ്ടി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞോ, അവിടെ നിങ്ങൾ പ്രോസിക്യൂഷനോട് ഇടപെട്ട് നിങ്ങളത് ജാമ്യത്തെ എതിർക്കരുത് എന്ന് പറഞ്ഞില്ല. ഇപ്പം വിഷ്ണു ദേവ് സായിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിൻ്റെ എക്സ്പോസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? കുറ്റം ചെയ്യാത്തവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യില്ല, ഞങ്ങളുടെ സർക്കാർ അറസ്റ്റ് ചെയ്യില്ല, ഇവർ കുറ്റം ചെയ്തവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തന്നെയല്ല അവിടുത്തെ പ്രോസിക്യൂഷൻ എതിർക്കുകയും ചെയ്തു. തന്നെയല്ല ഇതിൻ്റെ അകത്തുള്ള അത് ജുഡീഷ്യറിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഘടകമാണ് എങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല. സെഷൻസ് കോർട്ടിൽ നിന്ന് ഈ കേസ് NIAക്ക് വിട്ടത് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിൻ്റെയോ ഗവൺമെൻറ്റിൻ്റെയോ പ്രത്യേക നിർദ്ദേശമില്ലാതെ ഒരു കേസ് NIAയിലേക്ക് വിടുന്നതിന് ഒരു ഭരണകൂടത്തിൻ്റെ നിർദ്ദേശമില്ലാതെ തന്നെ ആൾക്കൂട്ടത്തിൻ്റെ പ്രഷറിന് വിധേയമായിട്ട് വിട്ടത് നമ്മളിനി ചർച്ച ചെയ്യപ്പെടുകയും ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ കഴിഞ്ഞ 8 അല്ല 9 ദിവസം കൊണ്ട് ഇവിടുത്തെ കേക്കുമായി വരുന്നവരുടെയും ലഡുമായി വരുന്നവരുടെയും കിരീടം കൊടുക്കുന്നവരുടെയും വാഴക്കൊല സമർപ്പിക്കുന്നവരുടെയും ഒക്കെ പൊയ്മുഖം പൊളിഞ്ഞു വീണു. കേരള ജനത അത് മനസ്സിലാക്കി തുടങ്ങി. പ്രത്യേകിച്ച് ക്രൈസ്തവർ
അത് മനസ്സിലാക്കി എന്നുള്ളത് ഒരു നല്ല കാര്യം. കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് ഒരു തരത്തിലും ഒറ്റപ്പെട്ട സംഭവമല്ല, മുന്നേ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ പോലും പ്രതികരണങ്ങൾ വരുന്ന സമയത്ത് ആ പ്രതികരണങ്ങളൊന്നും ഏതെങ്കിലും തരത്തിൽ BJP അല്ലെങ്കിൽ BJP സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് അവരിപ്പോഴും ഞങ്ങൾക്ക് അനുകൂലമാണ് അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ സന്തുഷ്ടരാണെന്നുള്ള രീതിയിലുള്ളൊരു പ്രതികരണമൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് ശേഷമാണ് പിന്നെയും അതല്ലാതെയൊക്കെയുള്ള പ്രതികരണങ്ങൾ പുരോഹിതന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പാർലമെൻ്ററി മോഹം ഉണ്ടാകാമെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ഈ കേരളത്തിലെ ഭരണത്തിലെത്തുക എന്ന് BJP ആഗ്രഹിക്കുന്നതിലും ഒരു തെറ്റുമില്ല. കാരണം അതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിനു വേണ്ടി, കേരളത്തിലെ ഭരണം പിടിക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന രീതി എന്താണ്? അതിനുവേണ്ടി ആരെയാണ് അവർ ടൂളാക്കുന്നത്? അവരിവിടെ പയറ്റുന്ന തന്ത്രം ഒരുതരം വിഭജന രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ വിദ്വേഷം വിതച്ചുള്ള ഒരു രാഷ്ട്രീയമാണ്. ഒരു കൂട്ടരെ വെറുക്കപ്പെട്ടവരാക്കി മാറ്റിയിട്ട് മറ്റൊരു കൂട്ടരെ കൂടെ ചേർക്കുമ്പോൾ അത് നമ്മുടെ കേരളത്തിന് സംഭവിക്കാവുന്ന സാമൂഹിക ആഘാതം വളരെ ഭീകരമാണ്. ഈ BJPയുടെ ഈ മോഹം നമ്മുടെ ഇവിടുത്തെ ഈ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അല്ലാതെ ഒരു പാർട്ടിക്ക് ഇവിടെ ഭരണം പിടിക്കാൻ ആഗ്രഹിക്കുന്നതിനെ നമ്മളെന്തിനെ എതിർക്കുന്നത്? തീർച്ചയായിട്ടും അവർ ചെയ്യട്ടെ, എല്ലാ പാർട്ടികൾക്കും അതിനുള്ള അവകാശമുണ്ട്. പക്ഷെ അതിനു വേണ്ടിയിട്ട് അവർ ക്രിസ്ത്യാനികളെ ടൂളാക്കി ഉപയോഗിക്കുകയാണ്. മറ്റു ഉള്ളവരെ പറ്റി ഇവരുടെ ഉള്ളിൽ വെറുപ്പ് വിതച്ചിട്ട്, അവരുടെ ഉള്ളിൽ ഭയം ജനിപ്പിച്ചിട്ട് അവരെ കൂടെ നിർത്താം എന്ന് വ്യാമോഹിക്കുന്നത് ഫാസിസ്റ്റ് നിലപാടാണ്. ഈ ലോകത്തുള്ള ഫാസിസ്റ്റുകൾ ചെയ്തിരിക്കുന്ന ഒരു ടെക്നിക്കാണത്. ആ കാര്യത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ നേതൃത്വത്തെ അവർ കൂടെ കൂട്ടാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കും. ഒരു ഭരണകൂടത്തിന് നേതൃത്വത്തെ പല രീതിയിൽ കൂടെ നിർത്താൻ പറ്റും. അത് സഹായങ്ങൾ കൊടുത്ത് ഭീഷണിപ്പെടുത്തി ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ പൂട്ടാൻ പറ്റും എന്ന് ഒരു ഭീഷണി ഉയർത്തിക്കഴിഞ്ഞാൽ ധാർമ്മിക ശക്തി ഇല്ലാത്തവർ വീണുപോകും. നമ്മുടെ കേരള സഭയ്ക്ക്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ സീറോ മലബാർ സഭയ്ക്കൊക്കെ ഈ ധാർമ്മിക അപജയം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സംഭവിച്ചു എന്നുള്ളത് മാധ്യമ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. പല കാര്യങ്ങളിലും നമുക്കൊരു ധാർമ്മിക നിലപാട് ഉയർത്താൻ സാധിച്ചില്ല. ഇപ്പം ഒരു ബിഷപ്പിനെതിരെ ലൈംഗിക ആരോപണം വന്നപ്പോൾ, ലാൻഡ് സ്കാം പ്രശ്നം വന്നപ്പോൾ നമുക്കൊരു നിലപാടെടുക്കാൻ പറ്റിയില്ല. നമ്മൾ ധാർമ്മികതയുടെ പേരിൽ നിലപാടെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ധാർമ്മിക ശക്തി ചോരുമ്പോൾ നമുക്ക് ഭരണകൂടത്തോട് പറയാൻ പറ്റില്ല, നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ബാലൻസ്ഡ് പ്രസ്താവന ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് നേതൃത്വത്തിൽ കാണാൻ പറ്റും. നേതൃത്വമൊക്കെ അങ്ങനെയാണ് പ്രതികരിച്ചത്. ഇന്നിപ്പോൾ CBSE പ്രസിഡന്റിൻ്റെ ഇന്നത്തെ പ്രസ്താവന പോലും അദ്ദേഹം വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞെന്താണ്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പ്രത്യേകിച്ച് പറയുന്നില്ല, എല്ലാവരും സഹായിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഇപ്പോൾ കിട്ടിയത് വലിയ ഉപകാരം എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിന് നന്ദി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ശക്തമായിട്ട് പറയണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. എന്താണ് പറയേണ്ടത്? ഇത് അന്യായമാണ്, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ഈ സിസ്റ്റർമാർക്ക് ജാമ്യം കിട്ടിയത് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ജാമ്യം എങ്ങനെയാണ് കിട്ടേണ്ടത്? യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ട കാര്യം അവിടുത്തെ അവരുടെ മേലിൽ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ അത് ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ്. ഹ്യൂമൻ ട്രാഫിക്കിങ്ങും മതപരിവർത്തന നിയമമാണ്, മതപരിവർത്തനമാണ് അവരുടെ മേൽ ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ FIR ക്വാഷ് ചെയ്തുകൊണ്ട് അവരൊരു നിലപാടെടുത്താൽ നമുക്ക് പറയാൻ പറ്റുമായിരുന്നു. ഇപ്പം ഇവിടുത്തെ BJP നേതാവ് രാജീവ് ചന്ദ്രശേഖർ ശക്തമായി ആവശ്യപ്പെടുകയാണ് ആ സിസ്റ്റർ മേയറെ മേൽ ചുമത്തിയിട്ടുള്ള കുറ്റപത്രം റദ്ദ് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് ആത്മാർത്ഥ്യമുണ്ടെന്ന് വിചാരിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞില്ല. തന്നെയല്ല, കേന്ദ്ര ഗവൺമെൻറ്, അമിത്ഷാ കേന്ദ്രമന്ത്രി, ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സഹായിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ ആ ഗവൺമെൻറ്റിനെ വിളിച്ച് നിർദ്ദേശം കൊടുക്കണമായിരുന്നു, നിങ്ങളെടുത്ത അന്യായമായിട്ടുള്ളത് പിൻവലിക്കണം. ജുഡീഷ്യറിൽ ഒരിക്കലും ഭരണകൂടം ഇടപെടാൻ പാടില്ല. ജുഡീഷ്യറിയുടെ കാര്യത്തിൽ ഭരണകൂടം ഇടപെട്ടാൽ അല്ലെങ്കിൽ ഇടപെടുന്നുകൊണ്ടെന്ന് സംശയിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇടപെട്ടാൽ അത് നമ്മുടെ ഭരണഘടനയുടെ തകർച്ചയുടെ ആരംഭമാണ്. അതുകൊണ്ട് പക്ഷേ ഭരണകൂടം തെറ്റായ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് റദ്ദ് ചെയ്യാനും അത് പിൻവലിക്കാനും ഒക്കെ നടപടിക്രമങ്ങളുണ്ട്. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോഴും നേതൃത്വത്തിൻ്റെ ഭാഗത്തൊരു മൃദു സമീപനമുണ്ട്, ഒരു ഭയം നിഴലിക്കുന്നുണ്ട്. അവരുടെ പ്രസ്താവനകൾ ചിലപ്പോഴെങ്കിലും ബാലൻസ്ഡ് ആണ്, പക്ഷേ ശക്തമായിട്ട് പറയുന്ന ധാരാളം ബിഷപ്പുമാർ ഈ അടുത്ത കാലത്ത് നമ്മൾ കാണാൻ സാധിക്കും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രസ്താവന പാലക്കാട് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരക്കലിൻ്റെയാണ്.
അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കേക്കും ലഡുവായിട്ടൊക്കെ വരുന്നവരെ നമ്മൾ മനസ്സിലാക്കണം, കരുതിയിരിക്കണം. ധൃതരാഷ്ട്ര ആലിംഗനം എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പളാനി വളരെ ശക്തമായിട്ട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ അറിയാം. കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. എന്നാലും CBCI പ്രസിഡൻ്റൊക്കെ കുറച്ചും കൂടി ശക്തവും വ്യക്തവുമായിട്ടുള്ള നിലപാടുകൾ പറയേണ്ടതാണ്. KCBC പ്രസിഡൻറ്റും എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും ഓക്കെ, അദ്ദേഹം പറഞ്ഞു ആദ്യം പ്രശ്നം തീരട്ടെ, എന്നിട്ട് നമുക്ക് ചായ കൂടിയും ചങ്ങാത്തത്തെ പറ്റി ചിന്തിക്കാം എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞ നേതൃത്വം ദുർബലമായ നിലപാടുകൾ മാറ്റിയിട്ട് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ BJP ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് ഒരു ആശയത്തെ അധിഷ്ഠിതമാക്കിയാണ്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റ് ഒരു ഇതിൻ്റെ അല്ല നമ്മൾ വിമർശിക്കുന്നത്. ഈ ആശയത്തെ നമ്മൾ കൃത്യമായിട്ട് എതിർത്തില്ലെങ്കിൽ വിശ്വാസികളുടെ ഇടയിൽ പ്രശ്നമുണ്ടാവും, ഭിന്നിപ്പുണ്ടാവും മാത്രമല്ല ഈ ഒരു അപകടത്തെപ്പറ്റി അവർക്ക് മനസ്സിലാകാതെ വരും. അത് ഭാവിയിൽ വലിയ അപകടത്തിലേക്ക് നയിക്കും. BJPക്ക് വേണ്ടി അല്ലെങ്കിൽ BJP സർക്കാരിനൊക്കെ വേണ്ടി അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും കാസ ചെയ്യുന്നുണ്ട്. അപ്പം കാസ ക്രിസ്ത്യർക്കിടയിൽ അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യർക്കിടയിൽ ചെലുത്താവുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതായിട്ട് അടുത്ത കാലങ്ങളിലൊക്കെ ഉള്ള ഇപ്പം പലതരത്തിലുള്ള പ്രസ്താവന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഇപ്പം മുനമ്പം വിഷയത്തിൽ ഒക്കെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സാധനങ്ങളുണ്ടല്ലോ, അത് സാധാരണക്കാരായ മനുഷ്യന്മാരിലേക്ക് കൂടി ചെലുത്തുന്ന സ്വാധീനം വലുതായിരിക്കില്ലേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ? തീർച്ചയായിട്ടും. കാസ യഥാർത്ഥത്തിൽ ഇപ്പോൾ RSSൻ്റെ ഒരു B ടീമാണ്. എനിക്ക് തോന്നുന്നു സംഘപരിവാർ സംഘടനകളുടെ ഒരു ഇതായിട്ട് വേണമെങ്കിൽ ചേർക്കാവുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങൾ ദിവസം കാണുന്നത്. ഈ കഴിഞ്ഞ 9 ദിവസത്തെ അവരുടെ പ്രസ്താവനകൾ ഒന്ന് നോക്കിക്കേ. അവർ പറഞ്ഞ എന്താണ്, സിസ്റ്റർമാർ എന്തിനാണ് അവിടെ പോയി സേവനം ചെയ്യുന്നത്? സിസ്റ്റർമാർക്ക് ഇവിടെ എവിടെയെങ്കിലും സേവനം ചെയ്താൽ പോരെ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നു? ആ സിസ്റ്റർമാർക്ക് അനുകൂലമായിട്ടല്ല അവർ നിലപാട് സ്വീകരിച്ചത്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അവർ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? അവരുടെ പേര് തന്നെ ക്രിസ്ത്യൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിലകൊള്ളുന്നതെന്നാണ് പറയുന്നത്. ഈ സിസ്റ്റർമാർ രണ്ടുപേരും ക്രിസ്ത്യാനികളല്ലേ? അവരെ ആ സിസ്റ്റേഴ്സ് പീഡനം അനുഭവിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നതിന് പകരം അവരാരുടെ കൂടെയാണ് നിന്നത്? അവരെ അന്യായമായി തടങ്കലിലാക്കിയ ഭരണകൂടത്തിൻ്റെ കൂടെയാണ് അവർ നിന്നത്. ഈ ദിവസങ്ങളിൽ അവരുടെ പ്രസ്താവനകളൊക്കെ വളരെ കൃത്യമാണ്. ഇനി അവരതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തൊക്കെയാണ്, ടെക്നിക്സ് എന്തൊക്കെയാണ്? ടെക്നിക്സ് വിഭജന രാഷ്ട്രീയമാണ്. അവരെന്താ ഇവിടെ മുഴുവൻ പറയുന്നത്? അവർക്കൊരൊറ്റ രാഷ്ട്രീയമേ ഉള്ളൂ, അത് മുസ്ലിം വിരുദ്ധതയാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത്. അതിനുവേണ്ടി അവർ കുറേ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു. ഞങ്ങൾ പെൺകുട്ടികളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകും, ആര് മുസ്ലിംസ്, അല്ലെങ്കിൽ അവർ നമ്മുടെ ലാൻഡ് മുഴുവൻ കൊണ്ടുപോകും, നമ്മുടെ ജോലി മുഴുവൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമുക്കൊരു ഭീഷണിയാകും, നാളെ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഭയം ജനിപ്പിച്ച് ക്രൈസ്തവരുടെ ഉള്ളിൽ മുസ്ലിം വിദ്വേഷം വളർത്തുന്ന ഒരു സംഘടനയാണ് കാസ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമം 2 എണ്ണമേ ഉള്ളൂ. ഒന്നേതാ? ദൈവത്തെ സ്നേഹിക്കുക, 2 മനുഷ്യരെ സ്നേഹിക്കുക. ക്രിസ്തു എന്താ പറഞ്ഞത്? ഇത് 2 ഒന്നാന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും നീ മനുഷ്യനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്താൽ നീ കള്ളം പറയുന്നുവെന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹയാണ് എഴുതിയത്, വെറുക്കുന്നവൻ കൊലപാതകയാണെന്ന് പറഞ്ഞത്. മനസ്സിലായോ? നിന്റെ സഹോദരനെ പോഷ എന്ന് വിളിക്കുന്നവൻ തെറ്റുകാരനാണെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വെറുക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ക്രൈസ്തവ ഫിലോസഫി അനുസരിച്ച്, നമ്മുടെ ക്രിസ്തു പകർന്നു തന്ന മൂല്യം അനുസരിച്ച് കൊലപാതകത്തിന് തുല്യമായ കുറ്റമാണ്. ഇവിടെ കാസ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാസ ചെയ്യുന്ന ഇതാണ്, നിങ്ങൾ കുറച്ചുപേരെ വെറുക്കണം. കാരണം അതിന് വെറുക്കാൻ കുറേ ടൂൾസ്, അതിൻ്റെ കാരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ ഫാസിസ്റ്റ് ഭരണകൂടം എപ്പോഴും അവരുടെ ആശയങ്ങൾ കൊടുക്കാൻ അവർ കൃത്യമായ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ടെക്നിക്സ് ഉണ്ട്, ടൂളുകൾ ഉപയോഗിക്കുക. സോഷ്യൽ എഞ്ചിനീയറിംഗ് രീതിയുണ്ട്. എന്താ രീതി? അവരൊരു കൂട്ടരെ എപ്പോഴും ഒരു ശത്രുവിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇവർ നിൻ്റെ ശത്രുവാണ്. ഈ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്കേ പറ്റുള്ളൂ? മറ്റു ചിലർക്കേ പറ്റുള്ളൂ. ആ മറ്റു ചിലർ ഇപ്പോൾ ആരാണ്? ഭരണകൂടമാണ്. അപ്പോഴാണ് അവർ പറയുന്നത്, നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ യേശുവിലല്ല വിശ്വസിക്കേണ്ടത്. ആരിൽ വിശ്വസിക്കണം? മോദിയിൽ വിശ്വസിക്കണം, അല്ലെ ഭരണകൂടത്തിൽ വിശ്വസിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ കാസയുടെ പ്രവർത്തനം ക്രിസ്തുവിരുദ്ധമാണ്, അതുപോലെ തന്നെ മനുഷ്യവിരുദ്ധമാണ്. മനുഷ്യർ തമ്മിൽ തല്ലിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഒരു സാമുദായികമായി ചിന്തിച്ചാൽ പോലും ഈ അടുത്ത ദിവസം ഒരു സമുദായത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണെങ്കിൽ ഈ സിസ്റ്റേഴ്സിന് വേണ്ടി നിലകൊള്ളണ്ടേ? അവർ നിലകൊണ്ടില്ലല്ലോ. അവർ നിലകൊണ്ടത് സർക്കാരിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ കാസ പോലെയുള്ള മറ്റ് ചില ഫ്രിഞ്ച് ഗ്രൂപ്പുകളും ഈ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ട്. ഇപ്പോൾ
അവർ സ്വാധീനം ചെലുത്തുന്നുണ്ട്, ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. ക്രൈസ്തവരുടെ ഇടയിൽ അവർ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇതൊക്കെ നേതൃത്വത്തെയും ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാസ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ പൊതുജന മധ്യത്തിൽ തുറന്നു കാണിക്കുകയും ചെയ്യാം. ഇപ്പം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ ഒരു ആർട്ടിക്കിളിനെ ഉദ്ധരിച്ച് ഒരു റിപ്പോർട്ടിനെ ഉദ്ധരിച്ചിട്ട് ദി വയറിലൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു മുന്നേ. അതിൽ അവർ പറയുന്നുണ്ട് ഈ വടക്കേന്ത്യയിൽ കഴിഞ്ഞ വർഷം മാത്രം, അതായത് 2024 മാത്രം 834ഓളം കേസുകൾ ഇത്തരത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ ഒക്കെ ആയിട്ട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെന്ന്. തിരിച്ച് 2023 എത്ര 734ഓളം കേസുകൾ. അപ്പം അതിൽ തന്നെ ഈ 2024 കണക്കെടുത്താൽ UP-യിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ കേസുകൾ ഉണ്ടായിട്ടുള്ളത്. അതിൽ 2ാം സ്ഥാനത്ത് ഛത്തീസ്ഗഡും ഉണ്ട്. 100 ചില്ലാനും കേസുകൾ ഛത്തീസ്ഗഡിൽ മാത്രമായിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഒരു കണക്ക് ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെയാണ് തോന്നുന്നത് 2024 ഡിസംബർ 31 ആണ് കുറച്ച് സഭാധ്യക്ഷന്മാരെല്ലാവരും കൂടി ചേർന്ന്, പുരോഹിതന്മാരെല്ലാം കൂടി ദ്രൗപദി മുർമു, അതായത് രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയൊക്കെ ഈ വിഷയത്തിൽ പോയി കാണുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ടും വലിയൊരു മാറ്റമൊന്നും ഇതിൽ സംഭവിക്കുന്നില്ല എന്ന് പറയുന്ന ഖേദകരമായൊരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അതിനെങ്ങനെയാണ് ഫാദർ നോക്കി കാണുന്നത്? 2014 മുതൽ ഓരോ വർഷവും ഈ ക്രൈസ്തവർക്കെതിരെയുള്ള, നമ്മളിപ്പോൾ ക്രൈസ്തവർ മാത്രമാണ് പറയുന്നതുകൊണ്ട് അത് പറയുന്നത്, അല്ലാത്തവരുടെ ഉണ്ട്, ആക്രമണങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. 124 2014 ഉണ്ടായിരുന്നത്. അതിപ്പോൾ 834 എത്തി നിൽക്കുന്നു. ഇപ്പോൾ പകുതി വർഷത്തെ 2025 ഒരു പകുതി ആയപ്പോൾ തന്നെ 374 കേസുകളോളം വന്നു നിൽക്കുന്നു. നമ്മുടെ സഭാധ്യക്ഷന്മാർ അവരെ ചെന്ന് കാണുക മാത്രമല്ല ചെയ്തത്. പ്രധാനമന്ത്രി CBSI ആസ്ഥാനത്ത് വന്ന് ക്രിസ്മസിന് കേക്ക് മുറിക്കുകയും ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. ഒരുമിച്ച് ഒക്കെ ഉണ്ടായിരുന്നതാണ്. പ്രധാനമന്ത്രി അങ്ങനെയുള്ള പല ഉറപ്പുകളും ഒക്കെ നൽകിയതാണ്. പക്ഷെ അതൊന്നും പ്രായോഗിക തലത്തിൽ നമ്മൾ കാണുന്നില്ല. പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോഴത്തേനും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ഈ ബജ്രംഗ് ദൾ പോലെയൊക്കെയുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പുകളുടെ സ്വാധീനത്തിന് വഴങ്ങിയാണ്. ഇപ്പോൾ ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, UP-യിലാണ് ഏറ്റവും അധികം കേസുകൾ നടക്കുന്നത്. UP-യിൽ ഏറ്റവും അധികം നടക്കുന്നത് ക്രൈസ്തവർക്കെതിരെയല്ല, മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ്. വീടുകൾ ബുൾഡോസർ രാജിലൂടെ വീടുകൾ തകർക്കപ്പെടുന്നു. അപ്പോൾ ഇതിങ്ങനെ അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പുകളൊക്കെ പലതും തരുന്നുണ്ട്. വരുന്ന ചായ കുടിക്കുന്നു, ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. ഈ കഴിഞ്ഞ വർഷം തന്നെ, ഈ ഏതാനും വർഷങ്ങളിൽ പ്രധാനമന്ത്രി തന്നെ എത്രയോ പ്രാവശ്യമാണ് കേരളം സന്ദർശിച്ചത്. ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ ബിഷപ്പ് ഹൗസുകളിൽ വരുന്നു. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. കേരളത്തിൽ വരുമ്പോൾ പ്രശംസാപത്രവും കേരളത്തിന് പുറത്ത് കുറ്റപത്രവും എന്നുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ കേക്കും തരും, അവിടെ കൈവിലങ്ങുമാണ്. അതായത് ഈ നോർത്ത് ഇന്ത്യയിലത്തെ സ്ഥിതി ആശങ്കാജനകമാണ്. അത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, ദളിതർ, ആദിവാസികൾ, ഇവിടെയൊക്കെ കാര്യത്തിൽ ആശങ്കാജനകമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇപ്പം ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കാര്യം എടുക്കുക. ഫാദർ സ്റ്റാൻ സ്വാമി നമുക്ക് പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ആരുടെ ഇടയിൽ പ്രവർത്തിച്ചതാണ്? അദ്ദേഹം പ്രവർത്തിച്ചത് ദളിതരുടെയും ആദിവാസികളുടെയും ഇടയിൽ പ്രവർത്തിച്ചതാണ്. അവരുടെ ഭൂമി അന്യാധീനപ്പെടാതിരിക്കാൻ വേണ്ടി സമരം ചെയ്തു എന്നുള്ളൊരു തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് ചെയ്യേണ്ടതല്ലേ? അവർക്ക് വേണ്ടി ആരെങ്കിലും ശബ്ദം ഉയർത്തണ്ടേ? അതുകൊണ്ട് ആ മനുഷ്യനെ ദേശവിരുദ്ധനായിട്ട് മുദ്രകുത്തി, അതുപോലെ തന്നെ രാജ്യദ്രോഹിയായിട്ട് മുദ്രകുത്തി, മാവോയിസ്റ്റായിട്ട് മുദ്രകുത്തിയൊക്കെയാണ് അദ്ദേഹത്തെ ജയിലിലടച്ചത്. അദ്ദേഹത്തിന് പാർക്കിൻസൺസ് അസുഖമുള്ളതുകൊണ്ട് കൈകൾ കൂട്ടിപ്പിടിച്ച് വെള്ളം കുടിക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം ചോദിച്ചൊരു സ്ട്രോയാണ് ചോദിച്ചത്. ഭരണകൂടം ആ സ്ട്രോ നൽകിയില്ല. അദ്ദേഹത്തിന് ജാമ്യം നൽകിയില്ല. അദ്ദേഹത്തിന് ജാമ്യത്തിൻ്റെ വാദം 4ാം തവണ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അഭിഭാഷകൻ വന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജാമ്യം വേണ്ട, ജാമ്യം ആവശ്യമില്ലാത്ത ലോകത്തേക്ക് അദ്ദേഹം പോയി എന്ന് പറയുന്നു. കുറ്റവാളിയായി, വിലങ്ങുകൾക്ക് വിധേയനായി ഫാദർ സ്റ്റാൻ സ്വാമി മരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അന്നത്തെ ഇവിടുത്തെ കേരളത്തിലെ സമൂഹം അനങ്ങിയില്ല, മിണ്ടിയില്ല. സഭാ നേതൃത്വം അനങ്ങിയില്ല. ഞാൻ അതാ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ മനുഷ്യസ്നേഹികൾ ശബ്ദമുയർത്തി, സാംസ്കാരിക പ്രവർത്തകർ, മാധ്യമങ്ങൾ ആ കാര്യമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇവിടുത്തെ ഔദ്യോഗിക സഭാ സമൂഹം അല്ലെങ്കിൽ ആ ഔദ്യോഗിക നേതൃത്വം കുറ്റകരമായ മൗനം അന്ന് പാലിച്ചിരുന്നു. അന്നും ചില ഭയങ്ങൾ അവരെ ഗ്രസിച്ചിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. ഫാദർ സ്റ്റാൻ സ്വാമിയെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ഇവിടുന്ന് ഒരു ഡെലഗേഷൻ ചെന്നിരുന്നു പോലും. അപ്പോൾ കേന്ദ്രമന്ത്രി പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. നമുക്കിതിന് കൃത്യമായ വസ്തുതകളില്ല. നിങ്ങൾ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിൽ ശബ്ദമുയർത്തിയാൽ നിങ്ങളുടെ പല കേസുകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് മിണ്ടേണ്ടി വരും
ഇവിടെ ലാൻഡ് കേസും മറ്റു കാര്യങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലാണ് ഈ ക്രൈസ്തവ സമൂഹം ഇത്രയും ശക്തമായിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുന്ന് ശബ്ദമുയർത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ ശബ്ദത്തെ അടിച്ചമർത്തിയാൽ അല്ലെങ്കിൽ നിശബ്ദമാക്കിയാൽ കുറേ എളുപ്പമാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഇവിടെ മിണ്ടിയില്ല. അപ്പോൾ ഈ അടുത്ത ദിവസം ഇവിടുത്തെ ഒരു ഹൈന്ദവ നേതാവ് അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു നേതാവ് ശ്രീമതി ശശികലയുടെ ഒരു പ്രസ്താവന ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രീമതി ശശികല പറഞ്ഞ എന്താണ്? ഈ സിസ്റ്റേഴ്സിൻ്റെ മാവോയിസ്റ്റ് ബന്ധം പരിശോധിക്കണം, NIA പരിശോധിക്കണം. എങ്ങോട്ടേക്ക് കാര്യങ്ങൾ പോകുന്നതെന്ന് നോക്കിക്കേ. ഫാദർ സ്റ്റാൻസ്വാമിയെ എങ്ങനെ കൈകാര്യം ചെയ്തോ അതേ രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ പകുതി വഴി എത്തിക്കഴിഞ്ഞു. NIA കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ തന്നെ ഒരു വനിതാ നേതാവ് പറഞ്ഞ എന്താണ്? ഈ സിസ്റ്റേഴ്സിൻ്റെ മാവോയിസ്റ്റ് ബന്ധം പരിശോധിക്കണം. അപ്പം ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പം ഇവിടുത്തെ സഭാ നേതൃത്വത്തിൻ്റെ മൗനം പല കാര്യങ്ങളിലും നേരത്തെ ഉണ്ടായിരുന്നു. മണിപ്പൂർ വിഷയത്തിൽ വേണ്ട രീതിയിൽ ഇവിടുത്തെ ക്രൈസ്തവ നേതൃത്വം പ്രതികരിച്ചിരുന്നോ? നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ക്രൈസ്തവ നേതൃത്വം അന്ന് പറഞ്ഞത്, അതിനൊക്കെ കാസയ്ക്ക് പോലെയുള്ള ഗ്രൂപ്പുകൾ വലിയ ആശയപ്രചാരണം നടത്തി. അവരെന്താ പറഞ്ഞത്? അത് 2 ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അവിടുത്തെ നിരവധി പള്ളികൾ ആക്രമിക്കപ്പെട്ടു. ഇത് 2 വിഭാഗത്തിലെയും ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മെയ്തേയി വിഭാഗത്തിലെയും കുക്കി വിഭാഗത്തിലെയും ആക്രമിക്കപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മൾ പറയുന്നത് 2 ക്രൈസ്തവ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ആക്രമണമാണെന്ന് വിചാരിക്കുക, അല്ലെ 2 ഹൈന്ദവ വിഭാഗങ്ങൾ തമ്മിൽ, മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ. അവിടെ സമാധാനം പുലരണ്ടേ? സർക്കാർ അവിടെ ഇടപെടണ്ടേ? അവിടെ 2 ഗോത്രവർഗ്ഗക്കാരാണ് എന്നും പറഞ്ഞുകൊണ്ട് കൈയും കെട്ടി മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെയെല്ലാം നമ്മുടെ അന്നത്തെ ക്രൈസ്തവ നേതൃത്വം മൗനം പാലിച്ചിരുന്നു എന്നുള്ള ഒരു ദുഃഖസത്യം നമ്മുടെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ പിന്നീട് മാപ്പ് പറയേണ്ട കാര്യങ്ങളാണ്. ജബൽപൂരിലും സമാനമായിട്ടായിരുന്നു. ജബൽപൂരിൽ ഇപ്പം കഴിഞ്ഞ വർഷം രാജ്യ തലസ്ഥാനത്താണ് കുരിശിൻ്റെ വഴിക്ക് അനുമതി നിഷേധിച്ചത്. അതിൻ്റെ ഏതാനും നാളുകൾക്ക് മുമ്പാണ് ക്രിസ്മസിന് പ്രധാനമന്ത്രി വന്ന് ക്രിസ്മസ് ആഘോഷം ഒരുമിച്ച് ആഘോഷിച്ചത്. അത് നല്ല കാര്യമായിരുന്നു, നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ആഘോഷത്തിൽ വന്ന് പങ്കെടുക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ്, നല്ല കാര്യമാണ്, വി അപ്രീഷിയേറ്റ്. പക്ഷേ അതിനുശേഷം സംഭവിച്ചെത്ത കാര്യമാണ്, രാജ്യ തലസ്ഥാനത്ത് ഈ പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിയുടെയും ഒക്കെ ഏറ്റവും അടുത്ത ഭരണ സീമയ്ക്കുള്ളിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ദേവാലയം ഒരു കുരിശിൻ്റെ വഴിക്ക് അനുമതി നൽകിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു അരക്ഷിതബോധം തോന്നുകയാണ്. എന്നിട്ട് എന്താ അവിടെ പറഞ്ഞത്? നിങ്ങളുടെ ദേവാലയത്തിന് പള്ളിക്കുള്ളിലൂടെ നടത്തിക്കോളൂ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ. അതൊക്കെ ഒരു അസഹിഷ്ണുതയുടെ ഭാവമാണിതെല്ലാം. അസഹിഷ്ണുതയുടെ ഒരു രൂപങ്ങൾ നമ്മൾ കാണുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ കുരിശിൻ്റെ വഴി നടത്തിക്കോ, പക്ഷേ ഞങ്ങൾ പറയുന്നിടത്ത് നടത്തിയാൽ മതി, പുറത്തേക്ക് ഇറങ്ങി നടത്തണ്ട എന്ന് പറയുകയാണ്. ഇതൊക്കെ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് മേലുള്ള, അല്ലെങ്കിൽ രാജ്യം വിഭാവനം ചെയ്യുന്ന, എല്ലാവരും തുല്യരാണ്, എല്ലാ മതങ്ങൾക്കും ഇവിടെ തുല്യ പരിഗണന എന്നുള്ള ആ ഒരു മതേതരത്വത്തിൻ്റെ മേലുള്ള ഒരു കടന്നുകയറ്റമാണ്. അപ്പോൾ അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, കേരളത്തിൽ അപ്പോഴും ഒക്കെ ഒരു ശക്തമായിട്ടുള്ളൊരു നിലപാടുണ്ടായില്ല നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന്. അതൊരു വീഴ്ചയായിട്ട് കാണാൻ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെ കാണുന്നു. അതിനെ വീഴ്ച എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഒരു നേതൃത്വത്തിൻ്റെ, നമ്മൾ ധാർമ്മിക ശക്തിയുടെ അപജയമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഇപ്പോൾ ഗാന്ധിജിക്ക് പട്ടാളം ഉണ്ടായിരുന്നു, ഗാന്ധിജിക്ക് ചുറ്റുവട്ടത്ത് ബൗൺസേഴ്സ് വല്ലവരും ഉണ്ടായിരുന്നു. പക്ഷെ ഗാന്ധിജി നെഞ്ചും പിരിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ മുഴുവനും അധിപരായിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ മുന്നിലേക്ക് ചെന്നത് എന്ത് ധൈര്യത്തിലാണ്? അദ്ദേഹത്തിൻ്റെ ആത്മധൈര്യമാണ്, അദ്ദേഹം പുലർത്തിയിരുന്ന സത്യത്തിൻ്റെ ബലമാണ്, ധാർമ്മിക ബലമാണ്. ഗാന്ധിജി എപ്പോഴും അത് പറയുമായിരുന്നു, ധാർമ്മിക ബലമാണ് ആരുടെയും പ്രധാന ബലം. ഈ ധാർമ്മിക ബലം ഒരു മത നേതൃത്വത്തിന് നഷ്ടപ്പെട്ടാൽ, മതസമൂഹത്തിന് നഷ്ടപ്പെട്ടാൽ പിന്നെ കോംപ്രമൈസുകൾക്ക് വിധേയമാകണം. നമ്മൾ തണൽ തേടി പോകേണ്ടി വരും. അപ്പോൾ അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കേൾക്കേണ്ടി വരും, നമുക്ക് വിഴുങ്ങേണ്ടി വരും, പല കാര്യങ്ങളും കണ്ടില്ലെന്ന് അടിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ അടിമത്തം, വിചാരപരമായിട്ട് രാഷ്ട്രീയ അടിമത്തത്തിലാണിപ്പോൾ നമ്മുടെ ഈ നേതൃത്വം എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോവുകയാണ്. അതാണ് നമ്മൾ ഈ കണ്ടുവരുന്നത്. ഇപ്പം ഭരണഘടനയിലേക്കൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ആമുഖത്തിൽ സോഷ്യലിസം, സെക്യുലറിസം എന്നീ വാക്കുകളൊക്കെ എടുത്തു മാറ്റണമെന്ന് പറയുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ശക്തമായി ഉന്നയിക്കപ്പെടുന്ന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്നൊക്കെ ഉന്നയിക്കപ്പെടുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പം, അല്ലെങ്കിൽ ഒരു സന്ദർഭത്തിനും സാഹചര്യത്തിലൊക്കെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം
ഇത്തരം വിഷയങ്ങളെ, ഇതിപ്പം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളെ ഒക്കെ, അതായത് അതിനെ വളരെ ന്യൂട്രലൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ വളരെ ലഘൂകരിച്ച് കണ്ടുകൊണ്ടൊക്കെയാണ് ഇന്ന് സ്റ്റേറ്റ് പോകുന്നത്, രാജ്യം പോകുന്നത്. അപ്പോൾ അത് എങ്ങനെ ഏത് രീതിയിൽ നമുക്കതിനെ ആ തരത്തിൽ ഇപ്പോൾ സഭകൾ ഇടപെട്ട് അല്ലെങ്കിൽ നേതൃത്വം ഇടപെട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും, ആ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അത് നമുക്ക് എന്ത് ഇടപെടൽ നടത്താൻ പറ്റും എന്നുള്ളത്. ഈ ഭരണഘടന രൂപീകരിച്ച ഘട്ടത്തിൽ ഈ ഭരണഘടന എങ്ങനെ ആരംഭിക്കണം എന്നതിനെപ്പറ്റി ചർച്ച വന്നിരുന്നു. നമ്മുടെ രാജ്യം വിശ്വാസികളുടെ ഒരു രാജ്യം കൂടിയാണ്. എല്ലാവരും ഏതെങ്കിലും മതത്തിലൊക്കെ വിശ്വസിക്കുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരം അങ്ങനെയാണ്. ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഈ ഭരണഘടന എങ്ങനെ ആരംഭിക്കണം എന്നുള്ള ഒരു ദൈവനാമത്തിൽ ആരംഭിക്കണമായിരിക്കും നല്ലത് എന്നുള്ള രീതിയിലൊക്കെ ചർച്ച വന്നു. അപ്പോൾ പറഞ്ഞത് അങ്ങനെയല്ല. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ഭരണഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത ഒരു അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഭരണഘടന എങ്ങനെ ആരംഭിച്ചത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നും പറഞ്ഞ പ്രിയാമ്പിൾ ആരംഭിച്ചത്. അതാണ് നമ്മുടെ ഭരണഘടന. നമ്മൾ ഈ രാജ്യത്തുള്ള എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞു. നമ്മൾക്കിവിടെ ഈ ആർട്ടിക്കിൾ 25-ഉം 26-ഉം 27-ഉം ഒക്കെ മതസ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് എല്ലാവർക്കും തുല്യമായിട്ടാണ്. ഒരു കൂട്ടർക്ക് കൂടുതൽ തുല്യത എന്നുള്ളൊരു കാഴ്ചപ്പാടില്ല. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 14 ഇക്വാലിറ്റി, എല്ലാവരും നമ്മുടെ രാജ്യത്തെ നിയമത്തിന് മുമ്പിൽ എല്ലാ പൗരന്മാരും തുല്യരാണ്. അപ്പോൾ ഇപ്പോഴാണ് പറഞ്ഞു വരുന്നത് സെക്കുലറിസം, മതേതരത്വം എന്നുള്ളത് എടുത്തു കളയണം. മതേതരത്വം എടുത്തു കളഞ്ഞാൽ മതരാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറും. ഈ പഴയ കാലത്തൊക്കെ ഇതൊരു സംഘടനയ്ക്കുള്ളിൽ പറഞ്ഞിരുന്ന കാര്യം ഇന്ന് ഔദ്യോഗിക നേതൃത്വത്തിലുള്ളവർ പോലും പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഭരണതലത്തിൽ എന്ന് പറഞ്ഞാൽ ഭരണ നേതൃത്വം വഹിക്കുന്നവർ പോലും ഇന്ന് പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയിരിക്കുന്നു സെക്കുലറിസം മാറ്റണം, സെക്കുലറിസം എന്നുള്ള അത് പാടില്ല. ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു ക്രൈസ്തവ നേതാവ് PC ജോർജ്, അദ്ദേഹം ഇന്നാൾ പറഞ്ഞു ഇതൊരു ഹിന്ദു രാജ്യമാണ്. ഇത് ഹിന്ദു രാജ്യമല്ല, ഇത് ഇന്ത്യക്കാരുടെ രാജ്യമാണ്. ഇവിടെ എല്ലാവർക്കും സ്ഥാനമുണ്ട്. അമേരിക്കക്കാരുടെയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കമല ഹാരിസ് ഹിന്ദുവാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബാപ്റ്റിസ്റ്റ് ക്രിസ്ത്യനുമാണ്, ഹിന്ദുവാണ്, ഹിന്ദു പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ബ്രിട്ടനിലെ ഋഷി സുനക്ക് ഒരു ഹൈന്ദവനാണ്. അദ്ദേഹം അവിടുത്തെ പ്രധാനമന്ത്രിയായില്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടുത്തെ പ്രധാനമന്ത്രിയാകാൻ സാധിച്ചത്? ആ രാജ്യത്തിൽ ഭൂരിപക്ഷം പേരും നമ്മൾ മതപരമായി നോക്കിയ ക്രിസ്ത്യാനികളല്ലേ. പക്ഷെ ഋഷി സുനക്കിന് അവിടെ പ്രധാനമന്ത്രിയാകാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അവിടുത്തെ ഭരണഘടനയിൽ എല്ലാവരും തുല്യരാണ്, മതേതരത്വമുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്തെ ഈ സെക്കുലറിസം എടുത്തു കളഞ്ഞാൽ പിന്നെ ഇത് മതരാജ്യമായിട്ട് മാറി. അപ്പോൾ ഒരു മതത്തിൽ, ഒരു ഭൂരിപക്ഷ മതത്തിൽ പെടാത്ത എല്ലാവരും എന്തായിട്ട് മാറും? അവിടെ സ്വാഭാവികമായിട്ട് രാജ്യവിരുദ്ധരും രാജ്യദ്രോഹികളുമായിട്ട് മാറും. നമ്മുടെ രാജ്യം രണ്ടായി പിളർന്ന ആ ദുഃഖകരമായ കാര്യത്തിൽ പാകിസ്ഥാൻ രൂപപ്പെട്ടത് ഒരു മതസ്വത്വവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, മത രീതിയിലാണ്. നമ്മുടെ രാജ്യം അങ്ങനെയല്ല രൂപപ്പെട്ടത്. നമ്മുടെ രാജ്യത്തിന് ഒരു മതേതര കാഴ്ചപ്പാടിലാണ്. നമ്മുടെ രാജ്യം എത്രയോ വളർന്നു, നമ്മുടെ രാജ്യത്തിൽ എത്രയോ നന്മകളുണ്ടായി. അപ്പുറത്തേക്ക് എന്താ സംഭവിച്ചത്? അപ്പം നമ്മുടെ രാജ്യം ഒരു പാകിസ്ഥാൻ പോലെ ആകണമെന്നാണോ പറഞ്ഞു വരുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ രാജ്യം ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ രാജ്യമായി നിലനിൽക്കണമെങ്കിൽ ഇവിടെയുള്ള അവസാനത്തെ ആളുടെ ശബ്ദവും കേൾക്കപ്പെടുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കണം. അതാണ് മതേതരത്വം, ജനാധിപത്യം. ഇന്ന് മതേതരത്വം വേണ്ടെന്ന് പറയുന്നവർ നാളെ എന്ത് വേണ്ടെന്ന് പറയും? ജനാധിപത്യം വേണ്ടെന്ന് പറയും. മതേതരത്വം ഒഴിവാക്കിയാൽ പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പ് ജനാധിപത്യത്തെ ഒഴിവാക്കലായിരിക്കും. ആർഷ ഭാരത സംസ്കാരം, മനുസ്മൃതിയെ കേന്ദ്രീകരിച്ച് ഇവിടെ ഒരു രാജഭരണ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇതൊക്കെ അതിൻ്റെ തുടക്കം മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കരുതലുള്ളവരായിരിക്കണം. സെക്കുലറിസം, സോഷ്യലിസം, എല്ലാവർക്കും തുല്യ അവസരം വാഗ്ദാനം ചെയ്യുന്ന കാഴ്ചപ്പാട്, ഇതൊക്കെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭരണഘടന പിന്നെ ഭരണഘടനയല്ല. ചിറകില്ലാതെ പക്ഷിക്ക് പറക്കാൻ പറ്റുമോ? ഇപ്പോൾ ചിറകില്ലാതെ ആക്കുകയാണ് നമ്മുടെ ഭരണഘടനയെ. അപ്പോൾ ഈ പഴയ കാലത്ത് നമ്മൾ കണ്ടിരുന്നത്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നത് ഇന്ന് പൊതുവായിട്ട് പറയാൻ തുടങ്ങി എന്നുള്ളത് നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. മുൻപത്തെ വിഷയത്തിൽ സഭ പിന്നീട് തിരുത്തി പറയുന്ന, അത് വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് തിരുത്തി പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ സഭയ്ക്ക് എങ്ങനെയാണ്, അതായത് ഒരു വീഴ്ച പറ്റിയാൽ, വീഴ്ച എന്നല്ല, അവരെടുത്ത നിലപാടിൽ തെറ്റുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഫാദർ? സഭയെടുത്ത നിലപാട് 100% തെറ്റ് തന്നെയായിരുന്നു. അതൊരു ഹിമാലയൻ മണ്ടത്തരമാണ് അവർ ചെയ്തത്. രാഷ്ട്രീയമായ നിരക്ഷരതയാണ്, രാഷ്ട്രീയ അവിവേകമാണ്. ഞാനത് പല സ്ഥലത്തും അത് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താ അതിൻ്റെ അകത്ത് ചെയ്തത്? എന്താ ഈ വഖഫ് നിയമം, നമ്മൾ ഈ വഖഫ് ആക്ട് നമ്മൾ വായിച്ചാൽ
അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് ഈ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ അതിലുണ്ട്, വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾ 25-നെയും 26-നെയും 27-നെയും ആർട്ടിക്കിൾ 14-നെയും ഒക്കെ നഗ്നമായി ലംഘിക്കുന്ന കാര്യങ്ങൾ ഒരു വലിയ നിയമവിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും മനസ്സിലാവും. അതാണ് ആ വഖഫ് ആക്ട്. അത് മിക്കവാറും അതിൻ്റെ അകത്ത് കുറേ സെക്ഷൻസ് എങ്കിലും സുപ്രീം കോടതി ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ ഒരു തരത്തിലുള്ള ഒരു സ്റ്റേ അതിലുണ്ട് എന്ന് പറഞ്ഞാൽ പ്രകടമായിട്ടല്ലെങ്കിലും ഒരു സ്റ്റേ അതിൽ വന്നിട്ടുണ്ട്, ഒരു ഹൈക്കോടതിയുടെ ചില പരാമർശങ്ങളിലൂടെ. ഓക്കെ, അപ്പം നമ്മുടെ സഭയ്ക്ക് അത് തെറ്റുപറ്റിയത് 2-3 രീതിയിലാണ്. ഒന്ന്, അതിനെ പരസ്യമായിട്ട് പിന്തുണച്ചു. പരസ്യമായിട്ട് അതിനെ പിന്തുണച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യാനായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ടു. അതൊരു വലിയ മണ്ടത്തരമാണ് ചെയ്തത്. ജനപ്രതിനിധികൾ ക്രിസ്ത്യാനികളുടെ മാത്രം പ്രതിനിധിയാണോ? ഇവിടുത്തെ ഹൈന്ദവരുടെയും മുസ്ലിങ്ങളുടെയും ദളിതരുടെയും മതമുള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഒക്കെ പ്രതിനിധികളല്ലേ ജനപ്രതിനിധികൾ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതൊരു വായനയുടെ കുറവ്, കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിൽ വന്നിരിക്കുന്ന കുറവ്, കൺസൾട്ടേഷൻ്റെ കുറവ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സമുദായത്തിൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നതിലുള്ള കുറവ്, ഒരു സമൂഹത്തിൻ്റെ മതപരമായ അവകാശങ്ങളെ ഹനിക്കുന്ന ഒരു നിയമം, ഒരു സഹോദര മതം, അത് ഇവിടുത്തെ ഹൈന്ദവരാവട്ടെ മുസ്ലിംസ് ആകട്ടെ, അവർക്കെതിരെ വന്നപ്പോൾ അവധാനതയോടെ അത് കാണേണ്ടതായിരുന്നു. അപ്പോൾ ആ മുനമ്പം വിഷയമൊക്കെ ആ കൂടെ കൂട്ടിച്ചേർത്ത് അതിനെ ഒരു രാഷ്ട്രീയമാക്കി മാറ്റി വന്നപ്പോൾ സഭയ്ക്ക് അത് അബദ്ധം പറ്റി, വലിയ അബദ്ധം പറ്റി. എനിക്കൊന്ന് കിരൺ റിജിജുവിൻ്റെ ഒക്കെ പാർലമെന്റിലെ ഇതിനൊക്കെ ശേഷമാണ് കിരൺ റിജിജു, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇവിടുന്ന് ഔദ്യോഗികമായി ലെറ്റർ വിട്ടു. അപ്പോൾ കിരൺ റിജിജു അത് പരസ്യമായിട്ട് അവിടെ പറഞ്ഞു, ഇവിടുത്തെ കേരളത്തിൽ CBCയും KCBCയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഔദ്യോഗിക പ്രസ്താവനകൾ അല്ലെങ്കിൽ ഡോക്യുമെൻ്റായി മാറിയിരിക്കുകയാണ്, ചരിത്ര രേഖകളായിട്ട് മാറിയിരിക്കുകയാണ്. ചരിത്രത്തിൽ എന്നും അതുണ്ടാവും. എനിക്ക് സഭയോടുള്ള ഒരു റിക്വസ്റ്റ്, ഞാൻ അധികം കാലം കഴിയുന്നതിന് മുമ്പെങ്കിലും അന്ന് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഖേദമുണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ ആ പഴയ ഡോക്യുമെൻ്റ് അവിടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ നോക്കിക്കേ, ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിൻ്റെ വിഷയം വന്നപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ, ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും, ഇവിടുത്തെ മാധ്യമങ്ങളും, ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും മതമില്ലാത്തവരും ഒക്കെ എങ്ങനെ ഇതിനെ സമീപിച്ചത്? ഒരുമിച്ചല്ലേ സമീപിച്ചത്? ഇത് ഈ കേരളത്തിൻ്റെ ഒരു നന്മയാണ്, ഈ കേരളത്തിൻ്റെ ഒരു വലിയ ഒരു ശ്രേഷ്ഠതയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് എല്ലാവരും നിലപാട് സ്വീകരിച്ചത് എന്ന് പറഞ്ഞതുപോലെ വഖഫ് വിഷയത്തിൽ നമ്മൾ ആ സഹോദരങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കേണ്ടതായിരുന്നു. ആ ഡ്രാഫ്റ്റ് നന്നായിട്ട് ഒന്ന് മനസ്സിരുത്തിൽ വായിച്ചിരുന്നെങ്കിൽ അത് സാധിക്കുമായിരുന്നു. എന്നാൽ ആ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം പിതാക്കന്മാർക്ക് കാര്യം മനസ്സിലായി. ഒരു വലിയൊരു ഷിഫ്റ്റ് അതിന് ശേഷം അതിൽ ആ ഷിഫ്റ്റിന് നേതൃത്വം വഹിച്ച 2 പേര് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയും അതുപോലെ തന്നെ ആർച്ച് ബിഷപ്പ് ചക്കാലക്കലുമാണ്, വർഗീസ് ചക്കാലക്കൽ. അതിൻ്റെ പിറ്റേ ദിവസം അവർക്കും കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സാത്താനോട് കൂട്ടുചേരരുത്. അന്നൊരു മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യത്തിനാണ്, ഡോക്ടർ അരുണിൻ്റെ ചോദ്യത്തിനാണ് പറഞ്ഞത്. പറഞ്ഞു, നിങ്ങൾ സാത്താനോട് കൂട്ടുചേരരുത് എന്ന് പറഞ്ഞു, മനസ്സിലായി. അപ്പം അദ്ദേഹം അത് പറഞ്ഞു. ജോസഫ് പാംബ്ലാനിയും അതിനുശേഷം പറഞ്ഞു. അപ്പം അവരുടെ കാഴ്ചപ്പാടിലും പ്രസ്താവനകളിലും ഷിഫ്റ്റ് വന്നു എന്നുള്ള വസ്തുതയാണെങ്കിലും നമ്മൾ ഡോക്യുമെൻ്ററായിട്ട് നോക്കുമ്പോൾ ഇപ്പോഴും ആ പഴയ അതവിടെ കിടക്കുകയാണ്. അതുകൊണ്ട് അതിൽ നമുക്ക് പിഴവ് പറ്റി. ആ പിഴവിനെ തിരുത്താനായുള്ള ചില ശ്രമങ്ങൾ പിന്നീട് സഭയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. താങ്ക് യു ഫാദർ. താങ്ക് യു മാഡം.